കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ. 13-ന് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലെത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിനെതിരെ 13-14 തീയതികളിൽ ലോക് ഭവന് മുന്നിൽ പ്രക്ഷോഭം നടത്തുമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ നിയമനിർമ്മാണത്തിലൂടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസത്ത തകർക്കുകയാണ് മോദി സർക്കാർ ചെയ്തതെന്നും ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ പറഞ്ഞു. ഈ മഹാത്മജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തുരങ്കം വെക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രണ്ടാം ഘട്ട സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 13-14 തീയതികളിൽ തിരുവനന്തപുരത്ത് ഗവർണറുടെ വസതിക്ക് മുമ്പിൽ ലോകഭവന് മുൻപിൽ കോൺഗ്രസിൻ്റെ രാപ്പകൽ സമരം 13-14 തീയതികളിൽ ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പ്രവർത്തകരും പങ്കെടുക്കുന്ന 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള രാപ്പകൽ സമരം ജനുവരി മാസം 13-ന് രാവിലെ ആരംഭിച്ച് 14-ന് ഉച്ചവരെയും നീളുന്ന രാപ്പകൽ സമരത്തിന് കെപിസിസി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-ന് എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും തൊഴിലുറപ്പ് സംരക്ഷണ ദിനമായി ആചരിക്കും. പദ്ധതിയെ അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എംപിമാരും ദേശീയ നേതാക്കളും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ സമരം നടത്തിയിട്ടും കേന്ദ്ര സർക്കാർ കണ്ണു തുറന്നില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിനായി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ 13-ന് കേരളത്തിലെത്തും. അതിനിപ്പോൾ നമ്മളുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ ആളുകൾ 13-ാം തീയതി വരുന്നുണ്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടിയതിനു ശേഷമേ അതിന്റെ പ്രോസസ്സിലേക്ക് കടക്കൂ. അതൊന്നും തീരുമാനമായിട്ടില്ല. അതെല്ലാം ഹൈക്കമാൻഡ് വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് പറയാം. അതിനെ സംബന്ധിച്ചൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കമ്മിറ്റി ഉണ്ട്. കൊച്ചിയിൽ VK മിനിയുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.